ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ ദിവസം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ എ സി സിസ്റ്റത്തിൽ ഡ്രൈ നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ച് ലീക്ക് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിൽ ഒരു ഓട്ടോമൊബൈൽ വരച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ കൂടെ നമ്മൾ ചാർജ് ചെയ്യുന്ന സർവീസ് പോർട്ട് ഒരു R134A സർവീസ് കപ്ലിങ്ങുമായി കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഡ്രൈ നൈട്രജൻ സിലിണ്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ ലീക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധാരണ ഡ്രൈ നൈട്രജനാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ മോയ്സ്ചറുള്ള നൈട്രജൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആ സിസ്റ്റത്തിൽ ഡ്രയർ ബ്ലോക്ക് ആകുകയും ആ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ പിന്നെ അത് തകരാറുണ്ടാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡ്രൈ നൈട്രജൻ ഉപയോഗിക്കുന്നത്. അപ്പം ഡ്രൈ നൈട്രജൻ സിലിണ്ടർ ഒരു 2 സ്റ്റേജ് പ്രഷർ റെഗുലേറ്ററുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ 2 സ്റ്റേജ് പ്രഷർ റെഗുലേറ്ററിൽ 2 പ്രഷർ ഗേജ് ഉണ്ട്. അതിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഓരോ പ്രഷർ ഗേജ് ഉണ്ട്. അതിൽ റൈറ്റ് സൈഡിലുള്ള പ്രഷർ ഗേജ് നൈട്രജൻ സിലിണ്ടറിനുള്ള പ്രഷറും ലെഫ്റ്റ് സൈഡിലുള്ള പ്രഷർ ഗേജ് ലെഫ്റ്റ് സൈഡുള്ള ഓട്ടോമൊബൈൽ എ സി സിസ്റ്റത്തിനുള്ളിലെ പ്രഷറുമാണ് കാണിക്കുന്നത്. അതുകൂടാതെ ഒരു ടെസ്റ്റ് പ്രഷർ ഗേജും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സിസ്റ്റത്തിനുള്ളിൽ അപ്പോൾ റെഫ്രിജറൻ്റ് ഉണ്ടാവരുത്. അതായത് നിലവിൽ റെഫ്രിജറൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നൈട്രജൻ വെച്ച് ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആ ഗ്യാസ് നമ്മൾ പുറത്ത് പർജ് ചെയ്ത് വിട്ടതിന് ശേഷമാണ് അത് ചെയ്യാറുള്ളത്. പക്ഷേ ഈ സിസ്റ്റത്തിൽ അകത്ത് റെഫ്രിജറൻ്റ് ഇല്ലാത്ത സിസ്റ്റത്തിലാണ് നമ്മൾ സാധാരണയായിട്ട് നൈട്രജൻ വെച്ച് ചെക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തെ ഒന്നാമത്തെ പ്രൊസീജിയർ വായിക്കാം. കണക്ട് സർവീസ് പോർട്ട് വിത്ത് ഓക്സിജൻ ഫ്രീ ഡ്രൈ നൈട്രജൻ സിലിണ്ടർ എലോങ് വിത്ത് 2 സ്റ്റേജ് പ്രഷർ റെഗുലേറ്റർ ആൻഡ് ഫിൽ അപ് ടു 150 PSI. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓക്സിജൻ ഇല്ലാത്ത ഡ്രൈ നൈട്രജൻ സിലിണ്ടർ നമ്മൾ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അത് 2 സ്റ്റേജ് പ്രഷർ റെഗുലേറ്റർ വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ 150 PSI ആണ് പ്രഷർ സെറ്റ് ചെയ്യേണ്ടത്. ചെക്ക് ഓൾ ദ ജോയിൻറ്റ്സ് വിത്ത് തിക്ക് സോപ്പ് സൊല്യൂഷൻ. ഇഫ് നോ ലീക്കേജ് ഈസ് ഫൗണ്ട് റിലീസ് ഡ്രൈ നൈട്രജൻ. അതിനുശേഷം നമ്മൾ ലീക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ സോപ്പ് സൊല്യൂഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ലീക്കുള്ള ഭാഗങ്ങളിൽ ബബിള് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ബബിൾ ഇല്ലെങ്കിൽ മാത്രമേ നമുക്കതിൽ ലീക്കില്ല എന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് ഏരിയാസ് ടു ബി ചെക്ക്ഡ് ഫോർ ലീക്കേജ്. അടുത്തതായിട്ട് നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ലീക്കിന് വേണ്ടി ചെക്ക് ചെയ്യേണ്ടത് എന്നാണ് ഇവർ പറയുന്നത്. അതിലൊന്നാമത്തെ ഓൾ കണക്ഷൻസ് ആൻഡ് പൈപ്സ്. അതിൽ നമ്മൾ സിസ്റ്റത്തിൽ ഉള്ള എല്ലാ കണക്ഷനുകളും പൈപ്പുകളും, അതായത് റബ്ബറിൻ്റെ ഹോസുകളും നമ്മൾ സോപ്പ് സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് ചെക്ക് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ കമ്പോണൻറ്റ് കംപ്രസർ ഡ്രൈവ് ഷാഫ്റ്റ്. നമ്മളിതിൽ ഉപയോഗിക്കുന്നത് സ്വാഷ് പ്ലേറ്റ് കംപ്രസറാണ്. ആ കംപ്രസറിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ എൻഡ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ കംപ്രസർ സർവീസ് വാൽവ്സ് ആൻഡ് സീലിംഗ് ഗ്യാസ്കറ്റ്. ഇപ്പോൾ കംപ്രസറിന് 2 സർവീസ് വാൽവ് ഉണ്ടാവും. സെക്ഷൻ സർവീസ് വാൽവും ഡിസ്ചാർജ് സർവീസ് വാൽവും. അതുപോലെ തന്നെ ആ ഹെഡ് പ്ലേറ്റുകൾക്കും വാൽവ് പ്ലേറ്റുകൾക്കും ഇടയിലുള്ള ഗ്യാസ്കറ്റിൻ്റെ ഇടയ്ക്കൂടെയും ലീക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ടതാണ്. അടുത്ത റിസീവർ ഡ്രയർ ഓർ അക്യുമുലേറ്റർ കണക്ഷൻസ്. അടുത്ത് നമ്മൾ റിസീവർ ഡ്രയർ ഉപയോഗിക്കുന്നത് ഈ സിസ്റ്റത്തിനകത്തെ മോയ്സ്ചർ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതിനെയൊക്കെ ഒഴിവാക്കുവാൻ വേണ്ടിയാണ്. റിസീവർ ഡ്രയറിൻ്റെ എല്ലാ ഫ്ലെയർ നെറ്റ് കണക്ഷനുകളിലും കൂടാതെ ഹോസിൻ്റെ ജോയിൻറ്റുകളിലും നമ്മൾ ഈ സോപ്പ് സൊല്യൂഷൻ വെച്ച് ചെക്ക് ചെയ്യേണ്ടതാണ്. അടുത്തതായി ഹോസസിൻ്റെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ വാഹനത്തിനുള്ളിലുണ്ടാകുന്ന വൈബ്രേഷൻ കാരണം ഈ റബ്ബർ ഹോസുകളുടെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാകാനും അതുവഴി ലീക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഹോസുകളുടെ ഫ്ലെയർ നെറ്റ് കണക്ഷൻ, മറ്റ് ജോയിൻറ്റുകൾ, അവിടെയെല്ലാം ഈ സോപ്പ് സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ ലീക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൽ ലീക്ക് ചെക്ക് ചെയ്യുമ്പോൾ ബബിള് ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഗ്യാസ് ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് ചാർജ് ചെയ്താൽ അത് നഷ്ടപ്പെടുന്നതാണ്.